ഹായ് ഹലോ. അപ്പോൾ കുറേ ദിവസമായി നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നിലവിൽ എന്തൊക്കെ പരിപാടി കഴിഞ്ഞു എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയത്ത് നമ്മൾ JCBക്ക് ക്ലിയർ ചെയ്തവിടെയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അതിൽ കോട്ടയാടിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി അതിനകത്തൊന്ന് ടൈലിട്ടാൽ മതി. പിന്നെ കിണർ ഒന്നുകൂടെ താഴ്ത്താൻ ഇന്നലെ താഴ്ത്തണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്നലെ പണിക്കാർ വന്നില്ല. ഇന്നലെ വൈകുന്നേരമാണെങ്കിൽ നല്ല മഴയും പെയ്തു. ഇപ്പോൾ ഏകദേശം 4 കോല് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് അത് താഴ്ത്തലും നടക്കില്ല. ഇവിടുത്തെ മെയിൻ പ്രശ്നമാണ് കേട്ടോ. ഈ കാണാണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? ആണ്ടോ കൊതുക് സോറ പിടിക്കണ കണ്ടോ. കാരണം റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലായതുകൊണ്ട് ഈ ചെറിയ കൊതുകുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടേക്കാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പൊതിയും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മെയിൻ മാർഗ്ഗമാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ചീമക്കൊന്ന എന്ന് പറയും. ഈ സാധനത്തിൻ്റെ ഇല, ഈ പച്ച ഇല അങ്ങോട്ട് പുകച്ച് കഴിഞ്ഞാൽ പിന്നെ കൊതുകൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടിപ്പ് കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ കോട്ടയാടിൻ്റെ ഏരിയ. ഇതെല്ലാം ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സൈഡെല്ലാം കെട്ടിക്കഴിഞ്ഞു. അല്ലേ, ഫുള്ള് സിമെൻ്റ് കട്ട വെച്ച് കെട്ടി. ഇവിടെ നമ്മളൊരു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റെപ്പ് പോലെ കയറ്റിയിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തു. ഇനി ഇതിനകത്തൊക്കെ ടൈൽ ഇടണം. പിന്നെ ഇവിടെയാണ് നമ്മളുടെ വാഷ് ബേസിൻ ഏരിയ വരുന്നത്. ഇനി ഫ്രെയിം അടിച്ചിട്ട് വേണം വാഷ് ബേസിൻ സെറ്റ് ചെയ്യണമെങ്കിൽ. വേറെ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ അറ്റം വരെ ഒരു ചെറിയ അക്വേറിയം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റിന് ഒരു അക്വേറിയം ഇവിടുന്ന് അവിടെ വരെ. അതിനകത്ത് എല്ലാ ടൈപ്പ് മീനുകളെയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അക്വേറിയം സെറ്റ് ചെയ്യണം. അത് നമ്മുടെ പ്ലാനിലുണ്ട്. പിന്നെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഔട്ടറെല്ലാം മൊത്തം ഫുള്ള് തേച്ചു. ഇവിടെയാണ് ഇനി നമ്മളുടെ വാഷ് ബേസും വയ്ക്കുന്നത്. വേറെ നമ്മളുടെ വേസ്റ്റ് കുഴിയിലൊക്കെ നല്ല ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സെപ്റ്റി ടാങ്ക് വേറല്ല. ഇനി ഇത് ഫുള്ള് മണ്ണിട്ട് മൂടണം. ഇതിൻ്റെ ഔട്ടറിലൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ട് വെള്ളം ഇറങ്ങാത്ത രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ല, അവിടെ പൊക്കി വെച്ചേക്കുന്നതല്ലേ, അവിടെ നമ്മൾ ഔട്ടറിൽ പുറത്ത് ഒരു ബാത്റൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കണക്ട് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാനും പറ്റി. അപ്പോൾ ഇനി മണ്ണിട്ട് ഇത് മൊത്തമായിട്ട് മൂടണം. എന്നിട്ട് നമ്മളുടെ ഈ ഫ്ലോറിൻ്റെ ലെവലിൽ തന്നെ ഇതും ലെവലാക്കണം. അതിനുള്ള മണ്ണാണ് ഇല്ലാത്തത്. നമ്മുടെ ഫ്രണ്ടിലെ പാറ പൊട്ടിച്ചത് ഫുള്ള് സൈഡിൽ കൂടെ ഇട്ടു. അത് കൂടാതെ നമ്മളത് തറയുടെ സൈഡിൽ കൂടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു കേട്ടോ, വീടിന് ചുറ്റും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഫ്രണ്ടിലത്തെ പാറ പൊട്ടിച്ച ആ മണ്ണ് ഫുള്ളായിട്ട് കൊണ്ടിട്ടു. അപ്പോൾ ഇനി അതേപോലെ ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്തു. ഇതിനകത്തിന് ടൈലൊട്ടിക്കാനുണ്ട്, ഇതിലും ടൈലൊട്ടിക്കാനുണ്ട്. പിന്നെ അതേ നമ്മളുടെ കൊട്ടത്തളം ഉണ്ടാക്കിയത്, ഇതിലും നമ്മൾ ടൈലൊട്ടിക്കണം. അതിൽ വെള്ളം പൈപ്പൊന്നും കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടില്ല. ഫുള്ള് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മളുടെ ഈ കട്ടയുടെ ഗ്യാപ്പ് കൂടെ ഉള്ളതിൽ കൂടെയൊക്കെ പുട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിക്കണം. അപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള ആൾക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഇന്നോ നാളെയായിട്ട് വരുമായിരിക്കും. അല്ല, ഈ സൈഡ് നമ്മൾ മൊത്തം എന്തെന്ന് പറയുന്നത് കോൺക്രീറ്റൊക്കെ ചെയ്ത് സൈഡിൽ കൂടെ ആ പാറപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഫുള്ള് ലെവലാക്കി. ഇതിനി ഫുള്ള് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ടുണ്ട്. അതിന് പാറപ്പൊടി എംസാൻഡാണ്. അതൊക്കെ അടുത്ത ഉപയോഗത്തിന് വരുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ മുൻഭാഗം ഇതേപോലെ സ്റ്റെപ്പൊക്കെ കെട്ടി ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തും പ്രൈമർ അടിച്ചിട്ട് താഴ്ഭാഗത്ത് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗം ഫുള്ള് ഗ്രേ കളറാണ് കേട്ടോ, ചാര കളറ് പെയിൻ്റ് അടിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ അതേ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അറ്റം വരെ. ഫ്രണ്ടിൽ തന്നെ നമ്മൾ മുന്നിലേക്ക് സിറ്റ് ഔട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാതെ. കാരണം അതുകൂടെ ചെയ്ത് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്ന ഈ താഴത്തെ സ്റ്റെപ്പ് നമുക്ക് വേസ്റ്റാണ്. കാരണം ആ ഹൈറ്റിൽ നമുക്ക് സിറ്റ് ഔട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാതെ, ഫ്രണ്ടിൽ നമ്മൾ ടൈൽസ് ഇടുന്നില്ല. പിന്നെ നല്ല ഈ സൈഡ് ഫുള്ള് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചുമരിലേക്കൊന്നും ചെളിയൊന്നും തെറിക്കില്ല. അതേപോലെ നമുക്ക് മെയിനായിട്ട് അത് തന്നെ, ചെളി തെറിക്കില്ല. നല്ല കാട് പിടിക്കാനും സാധ്യതയില്ല. നമ്മൾ പാറ ഒട്ടിച്ചത് ഇങ്ങനെ ഈ വഴിക്ക് കിടക്കുന്നുണ്ട്. ഒരു വലിയൊരു കട്ടറുണ്ട്. ആ കട്ടർ മേടിച്ചിട്ട് കട്ട് ചെയ്യാം എന്ന് ഉള്ളൊരു ധാരണയിലാണ്. അത് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ പെയിൻറ്റിങ് കൂടെ വന്നു കഴിയുമ്പോഴേക്കും വീട് നല്ല ഉഷാറാവില്ലേ. മുകളിലത്തെ വാതിലൊക്കെ തുറന്നിട്ടിട്ടോ. ഞാനിപ്പോൾ 2 ദിവസം ഇങ്ങോട്ട് വന്നിട്ട് വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും വീട് ഉഷാറായി എന്ന് വിചാരിക്കുന്നു. ഇനി വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 2 ദിവസം മഴ പെയ്തുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും സ്പെഷ്യലായി ചോർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയൊന്നും പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളുമില്ല. എല്ലാം പഴയ പോലെ. ഫ്രിഡ്ജൊന്ന് അൺബോക്സ് ചെയ്തായിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് അൺബോക്സ് ചെയ്ത് ഇവിടെയൊന്നും വെള്ളം വീണിട്ടില്ല. ഇവിടെയായിരുന്നു ആദ്യം ചോർച്ച ഉണ്ടായിരുന്നത്. ഇല്ല, വെള്ളം വീണിട്ടില്ല. നിലത്തൊന്നും വെള്ളമില്ല. ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ എന്തായാലും നമുക്ക് AC നിർബന്ധമില്ലാന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോഴേക്കും നല്ല തണുപ്പ്. പക്ഷേ പുറത്തേക്ക് അത്രയ്ക്ക് വലിയ തണുപ്പില്ല. എന്നാൽ പോലും എന്നാൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. കാരണം ഫുള്ള് സിലിക്കോൺ അടിച്ചിരുന്നു. പിന്നെ ഇനി സപ്പോസ് വല്ല ലീക്ക്, ഇനിയിപ്പോൾ സ്റ്റെപ്പ് ഒക്കെ ഇനി മാറ്റ് ഒട്ടിക്കണം. ഞാൻ തുണിയുടെ മാറ്റായിരുന്നു, അതായത് കാർപ്പറ്റ് പോലെയുള്ള മാറ്റായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് എല്ലാവരും പറഞ്ഞു അതിനകത്ത് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടാകും. കാരണം ഭയങ്കര സ്മെല്ല് കാര്യങ്ങളടിക്കും. അതുകൊണ്ട് മറ്റേ തുണിയുടെ മാറ്റ് ഒട്ടിക്കണ്ട എന്നാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പറഞ്ഞത്. അപ്പോൾ തുണിയുടെ മാറ്റിന് പകരം പിന്നെ നമുക്ക് ഒട്ടിക്കാൻ വിനൈൽ മാറ്റ് തന്നെ ഉള്ളൂ. അത് തന്നെ ഒട്ടിക്കേണ്ടി വരും. എന്തായാലും എന്തെന്ന് പറയണേ, നമ്മളുടെ വീടിൻ്റെ പണി ഏകദേശം ഈ മാസം തന്നെ കയറിയിരിക്കണം. ഇപ്പോൾ ഇന്നലെ മുതൽ ഇടവും തുടങ്ങിയില്ലേ. ഈ ഇടവും അവസ്ഥയിൽ തന്നെ കയറിയിരിക്കണം. ഇതിന് ചുമ്മാ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി വരുന്നുണ്ട്. വളരെയധികം സന്തോഷം. നമ്മളുടെ വീടിൻ്റെ ഇനി പണികൾ, അതായത് ഈ ചുമരിലെല്ലാം ഒക്കെ ഫുള്ളിന് സ്റ്റിക്കർ വർക്കുകളൂടെ വരുമ്പോഴേക്കും ഇനി സബ്സ്ക്രൈബേഴ്സ് കൂടും. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ വർക്കുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും സംഭവം ഒന്നും കൂടെ ഉഷാറാവും. അതേപോലെ പെയിൻറ്റിങ് ഒക്കെ കഴിയുമ്പോൾ സംഭവം ഉഷാറാവും. പിന്നെ ഒരു രസം അല്ല, ഇവിടെയൊക്കെ ഇതിനകത്തൊക്കെ ഇനിയും നമ്മൾ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ ആർച്ച് പോലെയൊക്കെ ചെയ്ത് സംഭവം സെറ്റാക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വന്നിരുന്നതിന് ശേഷം ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റേ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. നമുക്കപ്പോൾ വീണ്ടും കാണാം. അതായിരിക്കും. ബൈ ബൈ. താങ്ക് യു.